വയലും വീടും. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ വയലും വീടും പരിപാടിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദ്യമായ സ്വാഗതം. പ്രിയമുള്ളവരെ, പോഷകസമൃദ്ധമായ മുട്ടയും മുട്ടക്കോഴി വളർത്തലും മൃഗസംരക്ഷണ വകുപ്പിൽ നിന്ന് അസിസ്റ്റന്റ് ഡയറക്ടർ പൗൾട്രിയായി വിരമിച്ച ഡോക്ടർ പി ഗിരീഷ് കുമാർ പങ്കെടുത്ത അഭിമുഖ സംഭാഷണത്തിന്റെ തുടർന്നുള്ള ഭാഗം ഇന്നത്തെ വയലും വീടും പരിപാടിയിൽ കേൾക്കാം. മുട്ടക്കോഴി കുഞ്ഞുങ്ങളുടെ പരിപാലനം, അതായിരുന്നു ഇന്നലെ നമ്മൾ സംസാരിച്ച് നിർത്തിയിരുന്നത്. ഇന്ന് നമുക്ക് അവയുടെ ബാക്കി പരിപാലന രീതികളെക്കുറിച്ചും അവയുടെ ഓരോ വളർച്ചാ ഘട്ടത്തെക്കുറിച്ചും നമുക്ക് സംസാരിക്കാം. ആദ്യത്തെ 3 ദിവസമാണ് നമ്മൾ തീറ്റപാത്രത്തിലും തീറ്റ കൊടുക്കും, അതുപോലെ തന്നെ ന്യൂസ് പേപ്പറിൽ ഇട്ട് കൊടുക്കും. ഓരോ ദിവസവും ന്യൂസ് പേപ്പർ മാറ്റും. 3 ദിവസം കഴിഞ്ഞിട്ടാവും പിന്നെ നമ്മൾ തീറ്റപാത്രത്തിൽ മാത്രമായിട്ട് കൊടുക്കും. ചിക്ക് മാഷാണ് കൊടുക്കുന്നത്. ഏകദേശം 8 ആഴ്ച കാലത്തോളം ഇങ്ങനെയാണ് കൊടുക്കുക. പക്ഷേ ബ്രൂഡർ നമ്മൾ ഏകദേശം കോഴികൾക്ക് ഇനി ചൂട് വേണ്ട എന്ന് തോന്നുന്ന ഒരു ഘട്ടം ഉണ്ടാവും. പുറമേയുള്ള കാലാവസ്ഥയും കൂടി അതിനെ ബാധിച്ചിരിക്കും. ചിലപ്പോൾ ഒരു 8 ദിവസം കൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ബ്രൂഡർ മാറ്റാൻ പറ്റും. ചിലപ്പോൾ നല്ല തണുപ്പുള്ള സമയം, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ കാലഘട്ടത്തിലൊക്കെ ആണെങ്കിൽ അപ്പോൾ ചിലപ്പോൾ ഒരു 10-20 ദിവസത്തേക്കുള്ള ചിലപ്പോൾ നമ്മൾ നീട്ടിക്കൊണ്ടുപോയി എന്നും വരാം. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു രീതി. അതുപോലെ അതിൽ ഇട്ടിരിക്കുന്ന ഇതില്ലേ ചിപ്പിളിപ്പൊടിയെല്ലാം, അതെല്ലാം എല്ലാ ദിവസവും ഇളക്കി കൊടുക്കുകയും ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മരണനിരക്ക് പരമാവധി കുറക്കാൻ പറ്റും. ഒറ്റ കോഴിയും ചാവാതെ ഒന്നും ഒരിക്കലും കർഷകന് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. പക്ഷേ 5% മരണനിരക്ക് അനുവദിച്ചതാണ്. അപ്പോൾ നിങ്ങൾ 100 കോഴീനെ വളർത്തി ഒരു 2 മാസം കഴിയുമ്പോഴത്തേക്ക് 5 കോഴികൾ വരെ മരിക്കാം, 95 കോഴി ബാക്കി ഉണ്ടാവണം. അങ്ങനെയാണെങ്കിൽ കർഷകൻ ഗംഭീരനാണ്. അതിൽ 10% മരണനിരക്കെല്ലാം വന്നിട്ടുണ്ടെങ്കിൽ കർഷകന് കുറച്ചും കൂടി ശ്രദ്ധിക്കേണ്ടതാണെന്നും പറയേണ്ടി. അപ്പോൾ എപ്പോഴും തുടങ്ങുമ്പോൾ ആദ്യം കുറച്ചെണ്ണത്തെ ചെയ്ത് നോക്കി ഒരു ഇതായതിനു ശേഷം അതെ ഒന്നെന്ന് പറഞ്ഞാൽ അവർക്കൊരു പാഷൻ ഉണ്ടോ എന്നുള്ളത് നോക്കണം. നമുക്കിതിൽ താല്പര്യമുണ്ടോ, നമ്മളിത് മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് പറ്റുമോ എന്നുള്ളത് നോക്കണം. അതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള. ആദ്യം ഒരു 100 കോഴിയിൽ സ്റ്റാർട്ട് ചെയ്യാം. ശരിക്കും പറഞ്ഞാൽ പുറമേ നോക്കുമ്പോഴും നമ്മൾ വളരെ പുറകിലാണ്. പുറമേയുള്ള ഏറ്റവും ചെറിയൊരു കർഷകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50,000 കോഴികളെ വളർത്തുന്ന കർഷകനാണ് ഒരു കോഴി കർഷകൻ. ഏത് തമിഴ്നാട്ടിലൊക്കെ നമ്മൾ അന്നേരമാണ് 100 കോഴി 200 കോഴി എന്ന് പറയുന്നത്. പക്ഷെ എന്തായാലും പാഷൻ ഉണ്ടോ എന്നുള്ളത് നോക്കുക. 100 കോഴിയിൽ തുടങ്ങിയ ആൾക്കാർ ആ ലക്ഷങ്ങളിലേക്ക് എത്തിയ ആൾക്കാർ തന്നെയാണ് തമിഴ്നാട്ടിലുള്ളത്. അപ്പം പാഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. പിന്നെ ചുറ്റുപാടുള്ള ആളുകൾ നല്ലോണം സഹകരിക്കുകയും വേണം. കാരണം എന്താ, ഒരു കോഴിയുടെ മണവും പറ്റില്ല, ഒരു പശുവിൻ്റെ ചാണകത്തിൻ്റെ മണം പറ്റില്ല, പക്ഷെ നമുക്ക് മുട്ട വേണം, പാല് വേണം എന്ന് പറയുന്ന സമൂഹമാണ് നമ്മൾ ചുറ്റുമുള്ളതെങ്കിൽ നമുക്കിത് ബുദ്ധിമുട്ടാവും. കർഷകൻ മുന്നോട്ട് പോകുമ്പോൾ അവനെ പ്രോത്സാഹിപ്പിക്കുകയും സപ്പോർട്ട് ചെയ്യുന്നതായിട്ടുള്ളൊരു സമൂഹം ആയിരിക്കണം നമ്മുടേത്. ഇപ്പം നമുക്കിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ കംപ്ലീറ്റ് കോഴിയുടെ സ്മെല്ലാണ് എന്ന് വെച്ചിട്ട് അവിടെ ആരും കോഴിയുടെ സ്മെല്ലുണ്ട് എന്ന് പറഞ്ഞിട്ട് ആരും കംപ്ലയിൻ്റ് ഒന്നും കൊടുക്കാറില്ല. പക്ഷേ ഇവിടെയാണെങ്കിൽ ആദ്യം കംപ്ലയിൻറ്റ് പോകുന്നത് ഇതിനെതിരായിട്ടായിരിക്കും. മുട്ട വേണം. എല്ലാവരുടെയും ഒരു സഹകരണ മനോഭാവം കൂടി ഇതിന് ആവശ്യമാണ്. ഇപ്പൊ ചിക്ക് സ്റ്റേജിലുള്ളവയെ പരിചരിക്കുന്നതിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ആ മുട്ടയിടുന്നതിന് തൊട്ടു മുമ്പുള്ള ഒരു സ്റ്റേജ് എന്ന് പറയുന്നത്. ആ കാലഘട്ടം എത്രത്തോളമാണ് എന്നും എന്തെല്ലാം കാര്യങ്ങൾ അവിടെ ശ്രദ്ധിക്കണമെന്നും ഒന്ന് പറയാമോ? 8 ആഴ്ച കഴിഞ്ഞിട്ട് നമ്മൾ 9 ആഴ്ച മുതൽ 18 ആഴ്ച വരെ. അപ്പോൾ ആ കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ഓവർ വെയിറ്റ് ആവാൻ പാടില്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ പ്രോട്ടീൻ കണ്ടന്റ് കുറഞ്ഞിട്ടുള്ള 16% പ്രോട്ടീനിലുള്ള ഭക്ഷണമാണ് കൊടുക്കുന്നത്. എന്നാൽ ആവശ്യത്തിലുള്ള ഭക്ഷണം കിട്ടുകയും വേണം അല്ലേ. അപ്പോൾ അത് കൃത്യമായി കൊടുത്തു കഴിഞ്ഞിട്ടാകുമ്പം ആ സമയത്ത് ആളുകൾ ചെയ്യുന്ന ഒരു തെറ്റെന്ന് വെച്ചാൽ ലൈറ്റ് ഇട്ട് കൊടുക്കും. ലൈറ്റും എഗ് പ്രൊഡക്ഷനുമായിട്ട് ഭയങ്കര ബന്ധമുണ്ട്. അത് ശരി. അപ്പോൾ ലൈറ്റ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ ബേഡ്സ് 18 ആഴ്ച ആകുമ്പോഴത്തേക്കാണ് നമുക്ക്, അല്ലെങ്കിൽ 16 ആഴ്ചയ്ക്ക് ശേഷമാണ് മുട്ടയിട്ട് തുടങ്ങേണ്ടത്. അതിനേക്കാളും മുന്നേ മുട്ടയിട്ട് തുടങ്ങും. മുട്ടയിട്ട് തുടങ്ങുമ്പോൾ ആ മുട്ടയ്ക്ക് ചിലപ്പം വലിപ്പം കുറവായിരിക്കും. പിന്നെ അല്ലെങ്കിൽ ഈ മുട്ട ഉൽപ്പാദനം സ്റ്റാർട്ട് ചെയ്തിട്ട് 72 ആഴ്ച വരെ പോകേണ്ടത് അതിനേക്കാളും വളരെ മുന്നേ തന്നെ അതിൻ്റെ പ്രൊഡക്ഷൻ നിന്നു പോകും. കാരണം ഏർലി മെച്യൂരിറ്റി എന്ന് അതിന് പറയാം. ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഒരു കാരണവശാലും ഗ്രോവർ പീരീഡിൽ ലൈറ്റ് ഇട്ട് കൊടുക്കാൻ പാടില്ല. പക്ഷേ ലെയർ പീരീഡ് എത്തുമ്പോൾ ഒരു കോഴിക്ക് ഒരു ഏകദേശം ഒരു 16-17 മണിക്കൂർ ലൈറ്റ് വേണം.
ഈ ലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ കണ്ണിൽ ആ ലൈറ്റ് എത്തുകയും അതിൻ്റെ പ്രവർത്തനം കൊണ്ട് ബ്രെയിനിൽ ചില മാറ്റങ്ങൾ വരികയും ബ്രെയിനിൽ മുട്ട ഉൽപ്പാദനത്തിന് വേണ്ടിയുള്ള ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ലൂട്ടിനൈസിങ് ഹോർമോൺസ് എന്നൊക്കെ പറഞ്ഞ ഹോർമോൺസാണ്. അപ്പോൾ അങ്ങനെയാണ് അത് പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ ലൈറ്റ് 16-17 മണിക്കൂർ 18 ആഴ്ചയ്ക്ക് ശേഷം വേണം. അപ്പോൾ ഒറ്റയടിക്ക് 16-17 മണിക്കൂർ കൊടുക്കാനും പറ്റില്ല. ആദ്യം ആദ്യത്തെ ആഴ്ച 16-ാമത്തെ ആഴ്ച അരമണിക്കൂർ ലൈറ്റ് അധികം ഇട്ട് കൊടുക്കുക. ഫോർ എക്സാമ്പിൾ രാവിലെ 6 മണി മുതൽ വൈകുന്നേരം 6 മണി വരെയാണ് ഡേ ടൈം എങ്കിൽ 6 മണിക്ക് ശേഷം നമ്മളൊരു അരമണിക്കൂർ ലൈറ്റ് അധികം ഇട്ട് കൊടുക്കുക. അപ്പോൾ 6:30 വരെ ആദ്യത്തെ ആഴ്ച ഇട്ട്, പിറ്റേത്തെ ആഴ്ച 6 മണി മുതൽ 7 മണി വരെ ലൈറ്റ് ഇട്ട് കൊടുക്കുക. അപ്പോൾ 1 മണിക്കൂർ ഇട്ട്, അപ്പോൾ 12ഉം 1 മണിക്കൂർ 13 മണിക്കൂറായി. ഇങ്ങനെ കൂട്ടി കൊണ്ടുവന്ന് നമ്മൾ 16 അല്ലെങ്കിൽ 17 മണിക്കൂർ വരെ ലൈറ്റാണ് ഉദ്ദേശിക്കുന്നത്, ചൂടല്ല, വെറും ലൈറ്റ് കൃത്യമായിട്ട് കോഴികൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രൊഡക്ഷൻ അതേ ലെവലിൽ കൂടി ഒരു ലെവലിലേക്ക് എത്തും. അതിൻ്റെ പൊട്ടൻഷ്യൽ അനുസരിച്ചാണ്. ഒരു ബ്രീഡിന് ഇത്ര നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ ആ ബ്രീഡിൻ്റെ കംപ്ലീറ്റ് പൊട്ടൻഷ്യലും എന്ത് ചെയ്യും, മുട്ട ഉൽപ്പാദനം നടക്കും. അത് ഒരിക്കൽ നമ്മൾ ആ ലൈറ്റ് പീരീഡ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കുറക്കാൻ പാടില്ല. പിന്നെ അതിന് 72 ആഴ്ച വരെ അതങ്ങനെ പോകണം. ഗ്രോവർ പീരീഡിൽ ലൈറ്റ് കൊടുക്കരുതെന്ന് പറയാനുള്ള കാരണം ഇതാണ്. കാരണം വെച്ചാൽ പെട്ടെന്ന് ഏർലി മെച്യൂരിറ്റി വരും. ബ്രോയിലർ കോഴികളിൽ നേരെ തിരിച്ചാണ്. അതായത് 23 മണിക്കൂർ വരെ നമ്മൾ ലൈറ്റ് കൊടുക്കണം എല്ലാ ദിവസവും. 1 മണിക്കൂറേ റെസ്റ്റ് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ ഇത്രയ്ക്കൊക്കെ വൈദ്യുതിയുടെ ഇമ്പോർട്ടൻ്റ് ഉള്ളത് കൊണ്ട് സോളാറിന് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും സഹായങ്ങൾ പല ആളുകളും സോളാർ ചെയ്യുന്നുണ്ട്. അവരുടെ ഇപ്പോൾ 20,000 30,000 കോഴികളൊക്കെ വളർത്തുന്ന ആൾക്കാർ നേരെ സോളാറിലേക്ക് പോകും. കാരണം അവർക്ക് ഇവിടുത്തെ വൈദ്യുതി നിരക്ക്, കാരണം ഇൻഡസ്ട്രി എന്നുള്ള രീതിയിലാണ് ഇവിടെ വൈദ്യുതി കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ചിലവ് വളരെ കൂടുതലാണ്. പല ആളുകളും സോളാറിലേക്ക് പോകുന്നുണ്ട്. അതിന് ഗവൺമെൻറ് പ്രത്യേകിച്ച് സപ്പോർട്ടൊന്നും ചെയ്യുന്നില്ലെങ്കിലും അവർക്ക് അതിനെ കൊണ്ട് കുറച്ച് ലാഭമുണ്ട്. ഇക്കൂട്ടത്തിൽ വൈറ്റ് ലെഗോൺ എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെട്ട കോഴികളെയും നമുക്കിതുപോലെ വളർത്താനായിട്ട് കഴിയില്ലേ? ഇന്ത്യൻ ലെയർ മണ്ണൂത്തി എന്ന് പറഞ്ഞിട്ട് ILM 90 നമ്മൾ കേരളത്തിലെ ഈ വൈറ്റ് ലെഗോണിൽ വികസിപ്പിച്ചെടുത്ത ഒരു സ്ട്രെയിനാണ്. 330 മേലെ മുട്ടയാണ് അത് ഉൽപ്പാദിപ്പിക്കുന്നത്. എന്ന് പറഞ്ഞാൽ 365 ദിവസത്തിൽ 330 ദിവസവും കോഴി പ്രസവിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയണം. കാരണം മുട്ടയിടുമെന്ന് പറഞ്ഞ് ഒരു കുഞ്ഞിനെ ഉൽപ്പാദിപ്പിക്കുന്നതിന് തുല്യമല്ലേ. അപ്പോൾ 365 ദിവസത്തിലും 330 ദിവസവും ഇത് ആക്റ്റീവാണ് ഇതിൻ്റെ പ്രസവ പ്രക്രിയയിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ കോഴികളെ ആ രീതിയിൽ നമ്മൾ കാണണം. ശാസ്ത്രീയമായ പരിചരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു എല്ലാ ദിവസവും ഇത് പ്രഗ്നൻ്റ് ആയിട്ട് ഇത് പ്രസവിക്കുന്നുണ്ട് എന്നുള്ള രീതിയിൽ വേണം ഇതിനെ കാണാൻ. മുട്ടയിടുന്ന സമയത്ത് നമ്മൾ കൊടുക്കേണ്ട തീറ്റക്രമങ്ങൾ ഉണ്ടാവുമല്ലോ, അത് പ്രത്യേകിച്ച് അതിൽ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്നൊന്ന് പറയാമോ? ശരിക്കും പറഞ്ഞാൽ ഒരു കോഴി ഒരു ദിവസം എത്ര കഴിക്കുന്നു എന്നുള്ളതാണ് പ്രധാനം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. അതായത് അതിൻ്റെ ബ്രീഡ് അനുസരിച്ചിട്ട് അതിൻ്റെ എത്ര കഴിക്കുന്നു എന്നുള്ള മാറ്റം വരാം. 110 ഗ്രാം മുതൽ 120 ഗ്രാം വരെയാണ് ഒരു കോഴി സാധാരണഗതിയിൽ ഒരു ദിവസം കഴിക്കുക. വെള്ളം കുടിക്കുന്നത് അതിൻ്റെ ഇരട്ടിയും കുടിക്കും. അതായത് 250 മില്ലി മുതൽ, കാലാവസ്ഥ നല്ല ചൂടാണെങ്കിൽ വെള്ളം കൂടുതൽ കുടിക്കും. അപ്പം ലെയർ തീറ്റയാണ് ഈ സമയത്ത് കൊടുക്കേണ്ടത്. പ്രോട്ടീൻ്റെ അളവ് 18% ആയിരിക്കും. അപ്പം ഈ 18% പ്രോട്ടീനിൽ ഈ തീറ്റ തന്നെ വേണം നമ്മൾ ഇതിൻ്റെ കംപ്ലീറ്റ് ലൈഫ് സ്പാനിലും കൊടുക്കാൻ. ഏത് കൂട്ടിൻ്റെ അകത്ത് മാത്രം ഇട്ട് വളർത്തുന്നതാണെങ്കിൽ 110-120 ഗ്രാം കൊടുക്കണം നമ്മൾ പറഞ്ഞു. ഇനി പുറത്തഴിച്ച് വിട്ട് വളർത്തുന്ന കോഴികളാണെങ്കിൽ 50 ഗ്രാം മുതൽ 60 ഗ്രാം വരെ നമ്മൾ കൈത്തീറ്റയായിട്ട് കൊടുക്കുകയും ബാക്കിയുള്ളത് അത് അതിൻ്റെ വേസ്റ്റിൽ നിന്നും ഭക്ഷ്യാവശിഷ്ടങ്ങളിൽ നിന്നും കണ്ടെത്തുകയും ചെയ്യണം. ഇപ്പോൾ ഒരു മുട്ടയുടെ പീരീഡ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ കോഴിയെ എന്താ ചെയ്യുക? മുട്ടയുടെ പീരീഡ് കഴിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 72 ആഴ്ച വരെയാണ് ഇതിൻ്റെ പ്രൊഡക്റ്റീവ് കാലഘട്ടം. നല്ല ഉൽപ്പാദനശേഷം ചിലപ്പോൾ ഒരു 10 ആഴ്ചയും കൂടി അങ്ങോട്ടേക്ക് ചിലപ്പം പോയിന്ന് വരാം. അപ്പം ഇത്രയും ദിവസം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് കർഷകന് മുട്ടയുടെ എണ്ണം കിട്ടില്ല എന്നല്ല, കിട്ടുന്നത് ലാഭകരമായിരിക്കില്ല. ആ സമയത്ത് ഇതിനെ നമ്മൾ സ്പെൻഡ് ചിക്കൻ എന്നാ പറയുക, ചണ്ടിക്കോഴി. എന്നിട്ട് അതിന് സാധാരണഗതിയിൽ ഒരു കോഴിക്ക് 100 രൂപ എന്നൊക്കെ പറഞ്ഞിട്ട് ലോക്കലായിട്ട് സെയിൽ ചെയ്യുക എന്നുള്ള മാത്രമേ ഉള്ളൂ. അതിന് അത് ഇറച്ചിക്കോഴിയല്ല, മുട്ട ഉൽപ്പാദനം കഴിഞ്ഞ കോഴികൾ. ഇതിനെ കള്ളിങ് എന്നാണ് പറയുക. പലപ്പോഴും നമ്മൾ വീഡിയോസൊക്കെ കാണുമ്പോൾ തന്നെ അതിൽ ചൈനീസ് മുട്ടയാണ്, പ്ലാസ്റ്റിക് മുട്ടയാണ്, മുട്ട എങ്ങനെ തിരിച്ചറിയാൻ പറ്റും, അങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ വീഡിയോസ് കാണാറുണ്ട്. ശരിക്കും ഇങ്ങനെയൊക്കെ ഉള്ളതാണോ? ശരിക്കും ഇല്ല. പ്ലാസ്റ്റിക് മുട്ട എന്ന് പറയുന്ന കാര്യങ്ങളൊന്നും ഇല്ല. അതായത് ഒരു തമാശ നമ്മളെപ്പോഴും ക്ലാസ്സിൽ പറയാറുണ്ട്. പ്ലാസ്റ്റിക് മുട്ടയൊന്നും ഇല്ലെങ്കിലും അങ്ങനെയൊക്കെയുള്ളൊരു കിംവദന്തി പലരും നാട്ടിലുള്ളത് കൊണ്ട് നമ്മുടെ വീട്ടുമുറ്റത്ത് നമ്മൾ പലരും കോഴികളെ വളർത്തുന്ന ആൾക്കാർക്ക് അതൊരു ഗുണമായിരിക്കും. കാരണം ഇത് നമ്മൾ കുഞ്ഞിരാമേട്ടൻ്റെ അടുത്തോ അല്ലെങ്കിൽ നമ്മൾ ഇന്ന് അനീഷിൻ്റെ അടുത്തോ പോയിട്ട് മുട്ട വാങ്ങിക്കഴിഞ്ഞാൽ ഒരിക്കലും പ്ലാസ്റ്റിക് മുട്ട ആവില്ലല്ലോ എന്ന് പറയും. അപ്പോൾ പ്ലാസ്റ്റിക് മുട്ട എന്ന് പറയുന്ന സാധനം ഇല്ല. അതിനെപ്പറ്റി ആരും ഭയപ്പെടേണ്ട കാര്യമില്ല. കാരണം അത്രയും പ്രകൃതിയിൽ 6 രൂപക്ക് നമുക്ക് ഇങ്ങനെ മുട്ട കിട്ടുമ്പോൾ അതേ രീതിയിൽ നമുക്ക് 6 രൂപക്ക് നമുക്ക് പ്ലാസ്റ്റിക് മുട്ട കിട്ടണം, ഇതിനേക്കാളും വില കൂടുതലായിരിക്കും. തീറ്റ ലഭ്യമാക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ പശുക്കളെയൊക്കെ എടുക്കുകയാണെങ്കിലും
ഓരോ സമയത്തിനനുസരിച്ചാണ് അവർക്ക് ഫീഡ് നൽകുന്നത്. അപ്പോൾ ഈ കോഴികളെ സംബന്ധിച്ചിടത്തോളം ഏത് നേരവും ഇങ്ങനെ കൊത്തിപ്പെറുക്കിക്കൊണ്ടിരിക്കുന്ന കൂട്ടരാണ്. അപ്പോൾ അവർക്ക് എപ്പോഴും തീറ്റ ലഭ്യമാക്കണോ? ശരിക്കും പറയുകയാണെങ്കിൽ ദിവസം 2 നേരം തീറ്റ കൊടുക്കുക എന്നുള്ളതാണ് അതിൻ്റെ കണക്ക്. ഈ 110 ഗ്രാം അതിന് ഒരു ദിവസം കിട്ടണം എന്നത് മാത്രമേ ഉള്ളൂ. അത് രാവിലെ തന്നെ കിട്ടണമെന്നോ വൈകുന്നേരം കിട്ടണമെന്നോ ഒന്നുമില്ല. ഒരു 110 മുതൽ 120 ഗ്രാം അതിന് ഒരു ദിവസം ഫുള്ളായിട്ടാകുമ്പോഴത്തേക്ക് കിട്ടണം. അപ്പോൾ സാറ് നേരത്തെ പറഞ്ഞിരുന്നു ഒരേ പ്രായത്തിലുള്ള കോഴികളെ ഒന്നിച്ച് വളർത്തുന്നതിൻ്റെ പ്രായോഗിക ബുദ്ധിമുട്ടുകളെ കുറിച്ച് പറഞ്ഞു. ഇതിനനുസരിച്ച് ഷെഡുകൾ, അതായത് ലാർജ് സ്കെയിലിൽ ചെയ്യുമ്പോൾ ലക്ഷക്കണക്കിന് കോഴികൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് ആദ്യത്തെ 8 ആഴ്ച വരെ ബ്രൂഡർ ഷെഡുകളെന്നും പിന്നീട് 9ാമത്തെ ആഴ്ച മുതൽ 18ാമത്തെ ആഴ്ച വരെ ഗ്രോവർ ഷെഡ് എന്നും 18 ആഴ്ചയ്ക്ക് ശേഷം ലെയർ ഷെഡ് എന്നും പറഞ്ഞ് 3 ഷെഡുകളിലാക്കിയിട്ട് വളർത്തുന്നത് ആണ് ലക്ഷക്കണക്കിന് കോഴികളെ വളർത്തുമ്പോൾ ചെയ്യുന്നത്. നമുക്കിപ്പോൾ ആ സ്റ്റേജിലേക്കൊന്നും പോകുന്നില്ല. കർഷകന് ഏത് ലെവലിൽ നിൽക്കുന്നുള്ള പോലെ ഇരിക്കും ഈ ഒരു ഡിഫറെന്റ് ഷെഡുകളൊക്കെ. നമ്മളൊരു 10 കോഴീനെ അല്ലെങ്കിൽ ഒരു 50 കോഴീനെ വളർത്തുമ്പം അതിൽ വലിപ്പത്തിൽ തന്നെ വ്യത്യാസം ഉണ്ടാവും. അല്ല, എനിക്ക് തോന്നുന്നു വലിപ്പം ഉള്ളവർ കുറച്ച് മിടുക്കരും അല്ലാത്തവർ അങ്ങനെ കാണുന്നവരെ മാറ്റിപ്പാർപ്പിക്കുന്നതായിരിക്കും നല്ലത്. അതെ അതെ അതെ. അതെങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ശാസ്ത്രീയമായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ 8 ആഴ്ച കഴിയുന്നു. 8 ആഴ്ച വെച്ചാൽ ആദ്യത്തെ ചിക്ക് സ്റ്റേജ് കഴിഞ്ഞ് ഗ്രോവർ സ്റ്റേജിലേക്ക് കടക്കുന്നു. ഗ്രോവർ സ്റ്റേജിലേക്ക് കടക്കുമ്പം സാധാരണഗതിയിൽ എല്ലാ കോഴികളും ഏകദേശം ഒരേ വളർച്ച ഉണ്ടാവണം. ഇതാണ് ശാസ്ത്രീയമായിട്ട് ചെയ്യുമ്പോൾ. പക്ഷേ ചില കോഴികൾ എന്ത് തന്നെയായാലും വളർച്ചയിൽ വ്യത്യാസം ഉണ്ടാവും. ഈ വളർച്ച വ്യത്യാസമുള്ളത് ആരോഗ്യം കുറഞ്ഞതുമായിട്ടുള്ള കോഴികളെ നമ്മൾ പിടിച്ചു മാറ്റി നിർത്തിയിട്ട് കൊണ്ടു നടക്കുന്നതല്ല ശാസ്ത്രീയമായ രീതി. അതിനെ ഒഴിവാക്കുക എന്ന് പറയും. അതാണ് ഫസ്റ്റ് കള്ളിങ്. ഓ, അത് ശരി. അതിനിവിടെ വെച്ചാലുള്ള ദോഷം എന്താണെന്ന് വെച്ചാൽ ഈ കോഴികൾക്ക് എപ്പോഴും വേണമെങ്കിൽ അസുഖം വരാം. ഈ അസുഖം ഇതിന് വന്നു കഴിഞ്ഞാൽ ആരോഗ്യമുള്ള കോഴികളിലേക്ക് അസുഖം പകരാം. അതുകൊണ്ട് വീക്കായിട്ടുള്ള കോഴികളെ 8 ആഴ്ച കഴിയുമ്പോൾ മാറ്റണം. അപ്പോൾ അടുത്ത സ്റ്റേജ് ഗ്രോവർ സ്റ്റേജ് നമ്മൾ പറഞ്ഞു. ഗ്രോവർ സ്റ്റേജിൽ ഇതേപോലെ തന്നെ എല്ലാ കോഴികളും ഒരേ വളർച്ച എത്തുമ്പോൾ ചില കോഴികൾ വീക്കായിരിക്കും. അപ്പം 18 ആഴ്ച ആകുമ്പോഴത്തേക്കും അത് ലെയർ സ്റ്റേജിലേക്ക് കടക്കുന്നതിന് മുമ്പേ ഈ വീക്കായിട്ടുള്ള കോഴികൾ അവിടുന്ന് ഒഴിവാക്കണം. അപ്പോൾ ഒരു തരംതിരിക്കൽ നിർബന്ധമാണ്. അതിനെയാണ് കള്ളിങ് എന്ന് പറയുന്നത്. അങ്ങനെ ചെയ്താലേ പ്രൊഡക്റ്റീവായിട്ട് കർഷകന് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു 500 അല്ലെങ്കിൽ 1000 കോഴികളാണ് നമ്മൾ കേരളത്തിൽ സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്നതെങ്കിൽ ഈ 1000 കോഴികളിലാണെങ്കിൽ പോലും ഈ ഒരു കള്ളിങ് പ്രോസസ്സ് നമ്മൾ കൃത്യമായിട്ട് ചെയ്യണം. ഓക്കെ സാർ. നമ്മളിപ്പോൾ സാധാരണ ഒരു ചെറിയൊരു ഷെഡ് ഉണ്ടാക്കുകയാണെങ്കിൽ അതിനെങ്ങനെയാണ് അതിൻ്റെ നീളവും വീതിയും ഒക്കെ കണക്കാക്കി എത്രത്തോളം ഉള്ളത് വേണം? ഞാനൊരു കാര്യം പറയാം. ഒരു 1000 കോഴി നമ്മൾക്കൊരു കണക്കിന് വേണ്ടിയിട്ട് പറയണം. 1000 കോഴിയാണെങ്കിൽ ശരിക്കും പറയുകയാണെങ്കിൽ 2 സ്ക്വയർ ഫീറ്റ് വേണം ഒരു കോഴിക്ക്. 2 മുതൽ 2.5 സ്ക്വയർ ഫീറ്റ്. അപ്പോൾ എത്ര ഏരിയ വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏകദേശം 2000 സ്ക്വയർ ഫീറ്റ് വേണം ഏകദേശം. അതിൽ മുകളിലോട്ടല്ല താഴോട്ടാവരുത്. അപ്പോൾ 2000 സ്ക്വയർ ഫീറ്റാണ് 1000 കോഴീനെ വളർത്തേണ്ടത് ഒരു ഏരിയ. അത് ആ ഷെഡ് കൺസ്ട്രക്ട് ചെയ്യേണ്ട നീളം എന്ന് പറയുന്നത് കിഴക്ക് പടിഞ്ഞാറോട്ടായിരിക്കണം. പ്രധാനമായിട്ടും ഡയറക്റ്റായിട്ട് വെയിൽ ഇതിൻ്റെ ഉള്ളിലേക്ക് വരരുത്. അപ്പം അതിൻ്റെ നീളം എന്ന് പറയുമ്പോൾ ആ നീളമുള്ള ഭാഗത്ത് മുഴുവനും കമ്പി വലയായിരിക്കും. അത് മറ്റേ അറ്റത്ത് ചുമരായിരിക്കും. അപ്പോൾ ചുമരാവുന്ന ഭാഗത്തുനിന്ന് ഇപ്പോൾ കിഴക്ക് ഭാഗത്താണ് ചുമരുള്ളതെങ്കിൽ കിഴക്ക് ഭാഗത്തുനിന്ന് സൂര്യൻ ഉദിക്കുന്ന സമയത്ത് ആ നിഴലായിരിക്കും ഷെഡിൻ്റെ ഉള്ളിലുണ്ടാവുക. പിന്നെ ഉച്ചയാകുമ്പോഴേക്കും മുകളിൽ റൂഫിൻ്റെ നിഴലായിരിക്കും ഇതിൻ്റെ ഉള്ളിലുണ്ടാവുക. പടിഞ്ഞാറ് ഭാഗത്തുനിന്ന് വെയിലടിക്കുമ്പോൾ പടിഞ്ഞാറ് ഭാഗത്തെ ചുമരിൻ്റെ ഇതായിട്ടുണ്ടാവും. തിരിച്ചാണ് കൺസ്ട്രക്ട് ചെയ്യുന്നതെങ്കിൽ രാവിലെ വെയിൽ മുഴുവൻ ഉള്ളിലേക്ക് എത്തും, കോഴികളെല്ലാം ഒരു സൈഡിലേക്ക് പോകും. വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് കോഴികൾക്ക് വെയിലടിക്കുന്ന ഭാഗത്തുനിന്ന് മാറിയത് ഇങ്ങോട്ട് വരും. അപ്പോൾ എന്ന് വെച്ചാൽ വേണ്ട പോലെ ശാസ്ത്രീയമായിട്ടും ഈ ഡ്രോപ്പിങ്സിൻ്റെ കോഴികളുടെ കാഷ്ടം ഇത് ഉണങ്ങാതെ വരും. കോഴികൾക്ക് നമ്മൾ 2 സ്ക്വയർ ഫീറ്റ് ഒരു കോഴിക്ക് എന്ന് പറഞ്ഞാൽ അത് കൃത്യമായിട്ട് ഉപയോഗിക്കാതെ ആവും. അതുകൊണ്ട് ഷെഡ് കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്ത് തന്നെ അതിൻ്റെ നീളം ഈ കിഴക്ക് പടിഞ്ഞാറ് ഡയറക്ഷനിലായിരിക്കണമെന്നും അതിൻ്റെ ചുമരില്ലേ ചുറ്റോട് ചുമര് അതിന് 30 സെൻറ്റിമീറ്റർ മാത്രമേ ഹൈറ്റ് പാടുള്ളൂ എന്നും ഒക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ തുടക്കത്തിൽ അറിഞ്ഞിരിക്കണം. അപ്പോൾ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളൊക്കെ നമുക്ക് ഒഴിവാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ സാറേ, ഈ കേജ് സിസ്റ്റത്തിൽ നമ്മൾ വളർത്തുമ്പം അതിനുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്ന് ഇപ്പോൾ ഒരു ഗുണം സാറ് പറഞ്ഞു. ഒന്ന്, വെയിലിനെ നമുക്ക് ആവശ്യാനുസരണം നമുക്ക് തടയാനായിട്ട് സാധിക്കുന്നുണ്ട്. മറ്റുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്? പ്രധാനമായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേജിലും ഡീപ്പ് ലിറ്ററും ആണല്ലോ നമ്മൾ പറയുന്നത്. ഡീപ്പ് ലിറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിലത്ത് ഈർച്ചപ്പൊടിയോ സാധനങ്ങളോ വിരിച്ചിട്ട് മൊത്തം കോഴികളെ ഒന്നിച്ച് വളർത്തുന്ന രീതി. കേജിലാകുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് താഴെ ഈർച്ചപ്പൊടിയോ ഒന്നുമില്ല. മുട്ട അത് ഇട്ട ഉടനെ തന്നെ അത് മുമ്പിലേക്ക് വന്നിട്ട് നമുക്ക് കലക്ട് ചെയ്യാൻ എളുപ്പമാകുന്ന രീതിയിൽ കിട്ടും. അപ്പോൾ മുട്ട കളക്ഷൻ വളരെ എളുപ്പമായിരിക്കും. മറ്റേന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ കോഴികളുടെ അടുത്ത് പോയിട്ട് ചെയ്യണം. ഒന്നത്. രണ്ടാമത്തെ ക്ലീൻ എഗ് ആയിരിക്കും. ലിറ്റർ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ക്ലീൻ എഗ് ആയിരിക്കും. ഇത് രണ്ടുമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം. പിന്നെ മൂന്നാമതൊരു ഗുണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോഴികൾക്ക്
പ്രൊഡക്റ്റീവ് ആണോ അല്ലയോ എന്ന്. കേജിൽ വളർത്തുമ്പോൾ 5 കോഴികളുടെ ഓരോ കമ്പാർട്ട്മെൻറ്റുകളായിരിക്കും സാധാരണ, അല്ലെങ്കിൽ 4 കോഴികളുടെ ഓരോ കമ്പാർട്ട്മെൻറ്റുകളായിരിക്കും. അപ്പോൾ 4 കോഴിയുടെ കമ്പാർട്ട്മെൻറ്റിൽ നമ്മൾ 4 മുട്ട പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ എല്ലാ ദിവസവും 2 മുട്ടയെ കിട്ടുന്നുണ്ടെങ്കിൽ ഏതോ ഒരു കോഴി മുട്ട ഇടുന്നില്ല എന്ന് നമുക്ക് പറയാമല്ലോ. അപ്പോൾ ഈ കോഴി നമുക്ക് മാറ്റി നിർത്താൻ പറ്റും. ഇത് മറ്റേതിൽ പറ്റില്ല. അപ്പോൾ കേജ് സിസ്റ്റത്തിലുള്ള ഗുണമെന്ന് വെച്ചാൽ പ്രൊഡക്റ്റീവ് അല്ലാത്ത കോഴികളെ നമുക്ക് പെട്ടെന്ന് മാറ്റാൻ പറ്റും, അസുഖമുള്ള കോഴികളെ പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും, അങ്ങനെയൊക്കെയുള്ള കുറേ ഗുണങ്ങളുണ്ട്. പക്ഷേ പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് എക്സ്പെൻസീവാണ്. കാരണം ഷെഡായിട്ട് വേണം താനും, ആ ഷെഡിൻ്റെ ഉള്ളിലാണ് കോഴിക്കൂട് വെക്കുന്നത്. അപ്പോൾ കോഴിക്കൂട് ഉണ്ടാക്കുക എന്നുള്ളതും കൂടി കുറച്ച് എക്സ്പെൻസീവാണ്. പക്ഷേ ലാർജ് സ്കെയിലിൽ ചെയ്യുമ്പോൾ അതാണ് നല്ലത്. കാഷ്ടത്തിന് തന്നെ ഭയങ്കര സ്മെല്ലാണല്ലോ. അപ്പോൾ ഇതൊക്കെ ദിവസവും നമ്മൾ റിമൂവ് ചെയ്യേണ്ടത് അത്യാവശ്യമല്ലേ? വളരെ നല്ല ചോദ്യമാണ്. ഇതിൽ രോഗങ്ങൾ ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ ഒന്ന്, നമ്മൾ ഡീപ്പ് ലിറ്ററിൽ വളർത്തുന്ന രീതി നമ്മൾ പറഞ്ഞു, ഈ അറക്കപ്പൊടിയൊക്കെ ഇട്ടിട്ടുള്ള ദിവസവും അല്ലെങ്കിൽ ആഴ്ചയിൽ 2 ദിവസമെങ്കിലും ഈ ഈർച്ചപ്പൊടി ഇളക്കി കൊടുക്കണം. ഒന്നത്. പിന്നെ നമ്മൾ നേരത്തെ ഷെഡ് കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ ഒരു കാര്യം പറഞ്ഞു, 9 മീറ്ററിൽ കൂടുതലായിട്ട് വീതി പാടില്ല എന്ന് ഒരു വാക്ക് നമ്മൾ പറഞ്ഞോന്ന് എനിക്ക് ഓർമ്മയില്ല. 9 മീറ്ററിൽ കൂടുതൽ വീതി പാടില്ല. 9 മീറ്ററിൽ കൂടുതൽ വീതിയായി കഴിഞ്ഞാൽ ആവശ്യത്തിനുള്ള വായു സഞ്ചാരം ഇതിൻ്റെ ഉള്ളിലുണ്ടാവില്ല. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് കോഴിക്കാഷ്ടം ഡ്രൈ ആവില്ല, അപ്പോൾ നനഞ്ഞ് തന്നെ കിടക്കും. കോഴിക്കാഷ്ടം ഒരു കാരണവശാലും നനയാൻ പാടില്ല. വെള്ളപാത്രത്തിൽ ലീക്കേജ് വന്നു നനഞ്ഞു കഴിഞ്ഞാൽ അന്നേരം സ്മെല്ല് വരും. അപ്പോൾ സ്മെല്ലിൻ്റെ പ്രധാനപ്പെട്ട കാര്യം നനയുന്നത് കൊണ്ടാണ്. അത് പിന്നീട് നമുക്ക് വളമായിട്ടൊക്കെ ഉപയോഗിക്കാമെന്ന് തോന്നുന്നു. കോഴിക്കാഷ്ടം പശുവിൻ്റെ ചാണകത്തെക്കാളും നൈട്രജനും ഫോസ്ഫറസും പൊട്ടാസ്യവും കൂടുതലുള്ളതാണ്. ശരിക്കും പറയുകയാണെങ്കിൽ അത് നല്ലൊരു വാല്യൂ കിട്ടേണ്ട ഒരു സാധനമാണ്. പക്ഷെ അത് ആവശ്യത്തിനുള്ള വാല്യൂ പലർക്കും കിട്ടുന്നില്ല എന്നുള്ളതാണ് കർഷകരെ സംബന്ധിച്ചൊരു ബുദ്ധിമുട്ട്. സാറേ, ഇതിലൊരു സംശയം, ഈ മുട്ട നമ്മൾ സംഭരിക്കുന്നതിന് പ്രത്യേക രീതികളൊക്കെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? കേരളത്തെ സംബന്ധിച്ചിടത്തോളം മുട്ട സംഭരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട കാര്യം അത് ക്ലീൻ ആയിരിക്കണം, ക്ലീൻ എഗ്സ് ആയിരിക്കണം. പിന്നെ ഒരു കാരണവശാലും മുട്ട വാഷ് ചെയ്യാൻ പാടില്ല. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുട്ട വാഷ് ചെയ്യുമ്പോൾ മുട്ടയുടെ പുറത്ത് ക്യൂട്ടിക്കിൾ എന്ന് പറഞ്ഞിട്ടൊരു കവറിങ് ഉണ്ട്. നമുക്കറിയാം മുട്ടത്തോട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കാണുമ്പം മുട്ടത്തോട് വളരെ കട്ടിയുള്ളതായിരിക്കും. പക്ഷേ ഇതിനെല്ലാം ആയിരക്കണക്കിന് സുഷിരങ്ങളുണ്ട്. ഈ സുഷിരങ്ങളുടെ മുകളിലുള്ള ഒരു കോട്ടിംഗ് ആണ് ക്യൂട്ടിക്കിൾ എന്ന് പറയുന്നത്. നമ്മൾ കഴുകുന്നതോടുകൂടി ഈ ക്യൂട്ടിക്കിൾ അങ്ങ് പോകും. പിന്നെ രോഗാണുക്കൾ അല്ലെങ്കിൽ സൂക്ഷ്മാണുക്കൾ പുറമേ അന്തരീക്ഷത്തിൽ നിന്ന് ഇതിനുള്ളിലേക്ക് കയറാനുള്ള സാധ്യത കൂടുതലാണ്. വളരെ മോശമായ മുട്ടകളാണെങ്കിൽ മാത്രമേ കഴുകാവൂ. കഴുകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇളം ചൂടുവെള്ളത്തിൽ കഴുകാവൂ. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ തണുത്ത വെള്ളത്തിൽ കഴുകി കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലുള്ള മുട്ടയുടെ വെള്ളയും മഞ്ഞയൊക്കെ ഉണ്ടല്ലോ, ഇതെല്ലാം അങ്ങ് ചുരുങ്ങും തണുത്ത വെള്ളത്തിൽ. കാരണം തണുപ്പ് വരുമ്പോൾ ചുരുങ്ങുമല്ലോ. ചുരുങ്ങുന്ന സമയത്ത് എന്തുണ്ടാവും, പുറമേ നിന്ന് പദാർത്ഥങ്ങളൊക്കെ ഉള്ളിലേക്ക് കയറി കളയും. അപ്പം അത് കഴുകിക്കളഞ്ഞാൽ മുട്ട വേഗം കേടാവാനുള്ള സാധ്യത കൂടുതലാണ്. കോഴിക്കുഞ്ഞുങ്ങളെ നമുക്ക് തരുന്നത് പോലെ നമ്മൾ മുട്ട ഉൽപ്പാദിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഗവൺമെന്റിലേക്ക് കൊടുക്കുക, അങ്ങനെ എന്തെങ്കിലും സംവിധാനങ്ങളുണ്ട്? വിപണന രീതി അത് കഴിഞ്ഞ് നമ്മൾ കർഷകരുമായിട്ട് സംവദിക്കുന്ന സമയത്തൊക്കെ നമ്മൾക്ക് അവർ പറയുന്നത് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി രൂപീകരിക്കണം. പാലിന് കോപ്പറേറ്റീവ് സൊസൈറ്റികൾ രൂപീകരിച്ചതുപോലെ തന്നെ മുട്ടക്കും കോപ്പറേറ്റീവ് സൊസൈറ്റികൾ രൂപീകരിക്കണം എന്ന കർഷകരുടെ ഒരു ആവശ്യമുണ്ട്. ഗവൺമെൻറ് അത് കണ്ടറിഞ്ഞ് മുന്നോട്ട് വരികയാണെങ്കിൽ അത് അവർക്ക് വലിയൊരു ഹെൽപ്പായിരിക്കും. വാക്സിൻ്റെ കാര്യം പറഞ്ഞിരുന്നു. ഫസ്റ്റ് വാക്സിൻ ഇപ്പോൾ ഉണ്ടായ ഉടനെ കൊടുത്തു എന്ന് പറയുന്നു. പിന്നെ അതിനുശേഷം നമ്മൾ എപ്പോഴാണ് ഈ വാക്സിനേഷൻ നൽകേണ്ടത്? ശരിക്കും പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ കോഴികളെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് കോഴി വസന്ത. അത് 7ാമത്തെ ദിവസം കോഴി വസന്തയുടെ വാക്സിനാണ്. അത് കഴിഞ്ഞ 14ാമത്തെ ദിവസം മറ്റൊരു രോഗമാണ് IBD, ഇൻഫെക്ഷ്യസ് ബർസൽ ഡിസീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോഴിയുടെ ഇമ്മ്യൂണിറ്റി അങ്ങ് നഷ്ടപ്പെട്ടു. ഒരു 50% മരണനിരക്കാണ്. അപ്പോൾ ഇതിനൊക്കെ വാക്സിൻ ഉണ്ട്. അപ്പോൾ ആദ്യത്തെ 7ാമത്തെ ദിവസം നമ്മൾ ലെസോട്ട വാക്സിനാണ് കോഴി വസന്തക്കെതിരായിട്ടുള്ളത്. 14ാമത്തെ ദിവസം IBDയുടെ വാക്സിൻ കൊടുക്കാം. പിന്നെ 21ാമത്തെ ദിവസം വീണ്ടും കോഴി വസന്തക്കുള്ള മറ്റൊരു ബൂസ്റ്റർ ഡോസ് കൊടുക്കണം. 28ാമത്തെ ദിവസം IBD വീണ്ടും കൊടുക്കണം, ഇൻഫെക്ഷ്യസ് ബർസൽ ഡിസീസ്. കൊടുക്കുന്ന 4 എണ്ണത്തിനുള്ള ഏറ്റവും വലിയ പ്രത്യേകത എന്താ വെച്ചാൽ ഇത് കുടിവെള്ളത്തിലും കൊടുക്കാം, കണ്ണിലും മൂക്കിലും ഉറ്റിച്ചു കൊടുക്കാം എന്ന് പറഞ്ഞാൽ ഇതിന് പ്രത്യേകിച്ചൊരു ഇഞ്ചക്ഷനോ കാര്യങ്ങളോ ഒന്നുമല്ല, കർഷകർക്ക് തന്നെ സ്വന്തമായിട്ട് ചെയ്യാം. അപ്പോൾ അത് ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട് വാക്സിൻ കൊടുക്കുമ്പോൾ. അപ്പോൾ നമ്മൾ 28 ദിവസം വരെ പറഞ്ഞല്ലോ. പിന്നെ നമ്മൾക്ക് പ്രധാനമായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 6ാമത്തെ ആഴ്ച 8ാമത്തെ ആഴ്ച ആകുമ്പോഴേക്കും നമുക്ക് എന്ത് കൊടുക്കാം, ഇതിൻ്റെ ഇഞ്ചക്ഷൻ കൊടുക്കാം. അതിന് കുറച്ച് പ്രാവീണ്യം ആവശ്യമുണ്ട്. കോഴി വസന്തക്കെതിരായിട്ടുള്ള ഇഞ്ചക്ഷൻ കൊടുക്കേണ്ടതാണ്. R2B വാക്സിനാണ് അത്. അപ്പോൾ അത് കൊടുക്കുന്നതിന് മുമ്പ് ഒരു വിരമരുന്ന് കൊടുത്തതിന് ശേഷം വേണം ഇത് കൊടുക്കാൻ. അതിന് ഒരു കുറച്ച് എക്സ്പെർട്ടൈസ് വേണ്ടതാണ്. നമുക്ക് റേഡിയോ ടോക്കിൽ അത് പറഞ്ഞു തീർക്കാൻ പറ്റുന്നൊരു സാധനമല്ല. പക്ഷേ അത് അറിഞ്ഞിരിക്കുക, അതും കൂടി ഉണ്ടെന്ന്. പിന്നെ വാക്സിനേഷൻ എന്ന് പറയുന്നത് അസുഖങ്ങൾക്ക് അടിസ്ഥാനമാക്കിയിട്ടാണ് വാക്സിൻ നിശ്ചയിക്കുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇൻഫെക്ഷ്യസ് ബ്രോങ്കൈറ്റിസ് എന്ന് പറഞ്ഞ അസുഖമുണ്ട്. അപ്പോൾ അത് കൂടുതലുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ അതും കൂടിയും വാക്സിനേഷനിൽ ഉൾപ്പെടുത്തണം. അതാത്
പ്രദേശത്തെ ആളുകളാണ് തീരുമാനിക്കുന്നത്. അതുകൊണ്ട് ഞാനിപ്പം പറഞ്ഞ വാക്സിനേഷൻ ഷെഡ്യൂൾ എല്ലാ സ്ഥലത്തും ഒരുപോലെ അനുവർത്തിക്കേണ്ട കാര്യമില്ല. ചില സ്ഥലങ്ങളിൽ IBD ഇല്ല എങ്കിൽ ഇത് ചിലപ്പോൾ ഒഴിവാക്കാൻ പറ്റും. പക്ഷേ കോമൺ ആയിട്ട് നമ്മൾ പറയുന്നത് ഞാൻ ഈ പറഞ്ഞ രീതികളാണ്. പഞ്ചായത്തിൽ നിന്ന് കോഴികളെ കൊടുക്കുന്നു എന്ന് പറയുന്നത് ഏതൊക്കെ വാക്സിൻ കഴിഞ്ഞതിനായിരിക്കും ലഭ്യമായിട്ടുണ്ടാവുക? അത് കിട്ടിയതിന് ശേഷം എന്തൊക്കെയായിരിക്കും ശ്രദ്ധിക്കേണ്ടി വരിക? അതായത് രോഗപ്രതിരോധ ശേഷിയുള്ള കോഴികളെ കൊടുക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പ്രൊപ്പഗാൻഡ കൊടുക്കും. രോഗപ്രതിരോധ ശേഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് അസുഖങ്ങൾക്കാണ് കാര്യമായിട്ട് കൊടുക്കുന്നത്. ഒന്ന് കോഴി വസന്തക്കെതിരായിട്ടും ഒന്ന് നേരത്തെ പറഞ്ഞ IBDക്കെതിരായിട്ടും, ഇൻഫെക്ഷ്യസ് ബർസൽ ഡിസീസ്. ഈ 2 അസുഖങ്ങളല്ലാതെ ആയിരക്കണക്കിന് അസുഖങ്ങൾ കോഴിയിലുണ്ട്. അപ്പോൾ മറ്റേത് അസുഖവും വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ ആളുകൾ തെറ്റിദ്ധരിക്കരുത് ഇത് വാക്സിനേഷൻ ചെയ്യാത്ത കോഴിയാണ്. രോഗപ്രതിരോധ ശേഷി എന്ന് പറഞ്ഞ 2 അസുഖത്തിന് പ്രധാനമായ 2 അസുഖത്തിനാണ്. ബാക്കിയുള്ള അസുഖങ്ങളൊക്കെ വരാമെന്നും അതിൻ്റെ ലക്ഷണങ്ങൾ എന്താണെന്നുള്ളത് ശ്രദ്ധിച്ചിട്ട് ആ ലക്ഷണങ്ങൾ പറഞ്ഞ് ഡോക്ടറെ അടുത്ത് കാണിച്ചു. ഫോർ എക്സാമ്പിൾ രക്താതിസാരം, കോക്സിഡിയോസിസ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോഴിക്കാഷ്ടത്തിലൊക്കെ ചോര കാണാം. ചോര കാണാൻ നിർബന്ധമൊന്നുമില്ല, ചില കേസിൽ ഉള്ളിൽ മാത്രമേ കണ്ടു, പുറമേലും കാണാം ചോര. അതിനുള്ള മരുന്ന് നമുക്ക് മൃഗാശുപത്രിയിൽ നിന്ന് കിട്ടും. നോക്കി വെച്ചിട്ട് അത് കൃത്യമായി പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുറേ അസുഖങ്ങൾ നമുക്ക് മാറ്റാൻ പറ്റും. കോഴികൾക്ക് പ്രധാനമായിട്ട് ആളുകൾ കാണുന്നത് എന്താണെന്ന് പറഞ്ഞാൽ തൂക്കൽ, ചിറക് താത്തി. ഒരു ഭൂരിഭാഗം അസുഖത്തിനും കാണുന്ന ലക്ഷണം ഒന്നാണ് തൂക്കൽ. കോഴി തൂങ്ങി നിൽക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇന്ന അസുഖം കൊണ്ടാണ് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. ചിലപ്പോൾ ശ്വാസകോശ സംബന്ധമായ അസുഖമായിരിക്കും, ചിലപ്പോൾ രക്താതിസാരം കൊണ്ടായിരിക്കും. അപ്പം അതോടൊപ്പം തൂക്കൽ എന്ന് പറയുന്നത് കോഴികളുടെ രോഗലക്ഷണമായിട്ട് നമുക്ക് പറയാം. അതോടൊപ്പം തന്നെ മറ്റു ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ എന്ത് അസുഖമാണെന്നുള്ള ഏകദേശ ധാരണ ഡോക്ടർക്ക് കിട്ടും. ഇനി എന്തെങ്കിലും കാരണവശാൽ നമ്മൾ കോഴികൾ ചത്തുപോയി എന്ന് വിചാരിച്ചു, അങ്ങനെയാണ് നമുക്ക് വേറെ കോഴികളുണ്ട് ആ ഫാമിൽ അല്ലേ. അപ്പോൾ എന്താവും, ഈ കോഴികളെ നമ്മൾ പെട്ടെന്ന് തന്നെ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയിട്ട് അതിനെ പോസ്റ്റ്മോർട്ടം ചെയ്ത് നോക്കിയിട്ട് ചിലപ്പോൾ ഒരു ഏകദേശ ധാരണ കിട്ടും. അവിടെയും നമുക്ക് അതിൻ്റെ ഏകദേശ ധാരണ ഡോക്ടർക്ക് കിട്ടുന്നില്ല എങ്കിൽ സാമ്പിള് നമുക്ക് ജില്ലാ മൃഗസംരക്ഷണ ലബോറട്ടറികളുണ്ട്. ആ ലബോറട്ടറികളിൽ കൊണ്ടുപോയിട്ട് എന്താണ് എന്നുള്ളത് അതിൻ്റെ കൾച്ചർ ആൻഡ് സെൻസിറ്റിവിറ്റി മറ്റ് ടെസ്റ്റുകൾ നടത്തിയിട്ട് അതിൻ്റെ റിപ്പോർട്ട് കിട്ടും. അപ്പോൾ ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ട്രീറ്റ്മെൻറ്റ് നടത്താൻ പറ്റും. ഇതാണ് ശാസ്ത്രീയമായിട്ട് രോഗങ്ങൾ വരുന്ന സമയത്ത് ആളുകൾ അനുവർത്തിക്കേണ്ട ഒരു രീതി. ഓക്കെ സർ. ഇപ്പോൾ കോഴികൾക്കിടയിൽ സാധാരണ കണ്ടുവരുന്ന ഒരു രോഗമാണ് കോഴി വസന്തയെക്കുറിച്ച് നമ്മൾ സംസാരിച്ചിരുന്നു. പക്ഷെ അതുകൂടാതെ മറ്റു രോഗങ്ങൾ, അതായത് ഇപ്പോൾ ദേശാടന കിളികളൊക്കെ കൊണ്ടുവന്ന് സ്പ്രെഡ് ചെയ്യുന്ന രോഗങ്ങൾ, അപ്പോൾ അതുമൂലം ഒരുപാട് കോഴികളെ നമുക്ക് കൊന്നൊടുക്കേണ്ടതായിട്ട് വരാറുണ്ട്. പോരാതെ മനുഷ്യരിൽ നിന്ന് തന്നെ രോഗങ്ങൾ അവരിലേക്ക് സ്പ്രെഡ് ചെയ്യാനുള്ള സാധ്യതയുമുണ്ട്. അപ്പോൾ ഇതൊക്കെ തടയുന്നതിനായിട്ട് നമ്മൾ എന്തൊക്കെ മുൻകരുതലുകൾ സ്വീകരിക്കണം? നമ്മൾക്കിപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് അസുഖങ്ങളുണ്ട്. ഇപ്പം തന്നെ പക്ഷിപ്പനിയുടെ കാര്യത്തിലൊക്കെ വലിയ വലിയ പ്രശ്നങ്ങളുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ പ്രധാനപ്പെട്ട ബയോസെക്യൂരിറ്റി മെഷേഴ്സ്, ജൈവസുരക്ഷാ മാനദണ്ഡങ്ങൾ കൃത്യമായിട്ട് പാലിക്കണം. അതിൽ പ്രധാനമായിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിസിറ്റേഴ്സിനെ ഒരു കാരണവശാലും കാണിക്കാൻ സമ്മതിക്കരുത്. അത് കണ്ണുകൊള്ളുന്ന കൊണ്ടല്ല കോഴികൾക്ക് അസുഖം വരുന്നത്. ഈ വിസിറ്റർ വന്നിട്ട് ചിലപ്പോൾ ഏതെങ്കിലും രോഗാണുക്കളെയും കൊണ്ടായിരിക്കും വരുന്നത്. പിറ്റേ ദിവസം അസുഖം വന്നിട്ടുണ്ടെങ്കിൽ അതിനെ ശാസ്ത്രീയമായിട്ട് കാണുകയാണെങ്കിൽ ആ വിസിറ്റർ നമ്മൾ അലോ ചെയ്തതാണ് പ്രശ്നം. അതുപോലെ തന്നെ വിസിറ്റേഴ്സ് വരുന്നുണ്ടെങ്കിൽ ഫുഡ് ബാത്ത് എന്ന് പറഞ്ഞാൽ പൊട്ടാസ്യപരമായിട്ട് വെള്ളം വെച്ചിട്ട് അതിൽ കാല് കുത്തിയതിന് ശേഷം മാത്രമേ ഉള്ളിലേക്ക് കയറ്റാൻ പാടുള്ളൂ. പിന്നെ ആ വിസിറ്റർ വേറെ പല ഫാമുകളും വിസിറ്റ് ചെയ്തിട്ടാണ് വരുന്നതെങ്കിൽ ഒരു കാരണവശാലും കയറ്റാൻ പാടില്ല. ഇങ്ങനെയൊക്കെ ഒരു കാര്യം ശ്രദ്ധിക്കണം. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ നായ, അതുപോലെ തന്നെ മറ്റ് പക്ഷികൾ, അവരൊക്കെ വരുന്നതിനെ നമ്മൾ എൻകറേജ് ചെയ്യാനേ പാടില്ല. വളർത്തുന്നതായുണ്ടെന്ന് വെച്ചോ, അത് നല്ലതാണ്, വേറെ നായകളൊന്നും വരില്ല. മറിച്ച് തെരുവ് നായകളൊക്കെ കയറി ഇറങ്ങുന്ന ഒരു സ്ഥലമാണെങ്കിൽ നമുക്ക് നാളെ ഒരു അസുഖം വരാൻ സാധ്യതയുണ്ട്. എലികളെ കൺട്രോൾ ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ആ കാര്യത്തിൽ നമുക്ക് എന്ത് ചെയ്യണം, ഒരു എലി നശീകരണ മാർഗ്ഗങ്ങൾ നമ്മൾ സ്വീകരിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ മറ്റ് രോഗാണുക്കളിൽ അകത്തേക്ക് കയറാതിരിക്കാനുള്ള എല്ലാ മാർഗ്ഗങ്ങളും ബയോളജിക്കൽ മെത്തേഡ്സാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. കൃത്യമായിട്ട് വേലി കെട്ടുക, ഒരു കാരണവശാലും ഉള്ളിലേക്ക് വേറൊരാളെ അനുവദിക്കാതിരിക്കുക, നായകൾ അതുപോലെ തന്നെ മറ്റ് പക്ഷികൾ വരാതിരിക്കുക, പിന്നെ പക്ഷികളെ അട്രാക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള പഴവർഗ്ഗ ചെടികളൊന്നും നമുക്ക് അവിടെ വെക്കാതിരിക്കുക. അതുപോലെ തന്നെ ദേശാടന പക്ഷികൾ ഒരു കാരണവശാലും നമ്മൾ അനുവദിക്കരുത്. എവിടെയെങ്കിലും ഒരു ചിറയോ അല്ലെങ്കിൽ ഒരു കുളമോ ഉള്ള സ്ഥലത്തേക്ക് ദേശാടന പക്ഷികൾ വല്ലാതെ വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ അടുത്ത് നമ്മൾ കൊണ്ടുപോയിട്ട് ഒരു ഫാം വെക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ പക്ഷിപ്പനി എന്ന് പറയുമ്പോൾ ആളുകളുടെ ഒരു ധാരണ എന്ന് വെച്ചാൽ മൃഗസംരക്ഷണ വകുപ്പിന് ഏറ്റവും കൂടുതൽ ഒരു ആളുകളുടെ ഒരു പരാതി എന്ന് വെച്ചാൽ പക്ഷിപ്പനി വരുമ്പോഴത്തേക്ക് ഇവരൊക്കെ എന്തിനാ ഈ മുഴുവൻ പക്ഷികളെയും കൊല്ലുന്നതെന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു പരാതിയുണ്ട്. ആക്ച്വലി ആ പക്ഷികളെ കൊല്ലേണ്ടി വരുന്നത് ഈ പക്ഷിപ്പനി എന്ന് പറയുന്നത് ആക്ച്വലി മനുഷ്യർക്ക് പ്രശ്നം ഉണ്ടാക്കുന്ന പനിയല്ല.
പക്ഷേ ഇത് സ്ഥിരമായിട്ട് പക്ഷിപ്പനി ഒരു സ്ഥലത്ത് ഇങ്ങനെ നടക്കുകയും അവിടെ ആളുകൾ സ്ഥിരമായിട്ട് ഇടപഴകുകയും ചെയ്തു കഴിഞ്ഞാൽ ഈ പക്ഷിപ്പനി ഉണ്ടാക്കുന്ന രോഗാണുക്കൾക്ക് മ്യൂട്ടേഷൻ സംഭവിച്ചിട്ട് അത് മനുഷ്യനിലേക്ക് കടക്കും. പിന്നെ മനുഷ്യൻ്റെ മരണനിരക്ക് എന്ന് പറയുന്നത് 90% മേലെയാണ് മരണനിരക്ക്. അത് വൈറസും കൂടി ആയതുകൊണ്ട് അപ്പോൾ പെട്ടെന്ന് സ്പ്രെഡ് ചെയ്യുന്നത്. അപ്പോൾ കൊറോണയേക്കാളും ഭീകരമായിട്ടുള്ള സിറ്റുവേഷനാണ് പക്ഷിപ്പനി മനുഷ്യരിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ. അതുകൊണ്ടാണ് ആ മനുഷ്യരെ രക്ഷപ്പെടുത്തേണ്ടിയിട്ടാണ് ഇത്രയും കോഴികളെയും താറാവിനെയൊക്കെ കൊല്ലേണ്ടി വരുന്നത്. അത് ആളുകൾ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ അത് നമ്മുടെ മൃഗസംരക്ഷണ വകുപ്പിന് പേര് ദോഷം ഉണ്ടാക്കും. കാരണം ഇവർ കൊല്ലുന്നത് കൊണ്ട് ചെയ്യുന്നതൊക്കെ ക്രൂരമാണെന്നൊക്കെ പറയും. ശരിക്കും മനുഷ്യൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നതെന്നുള്ളത് ആളുകൾ മനസ്സിലാക്കണം എന്നാണ് ഈ ഒരു സമയത്ത് യാദൃശ്ചികമായിട്ട് ഞാൻ പറഞ്ഞത്. ഒരു ഫാം സ്റ്റാർട്ട് ചെയ്യാൻ പോകുമ്പോഴും സാറ് പറഞ്ഞ പോലെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. കാരണം മറ്റ് ഫലവർഗ്ഗ ചെടികളുണ്ടോ, മറ്റു പക്ഷികൾക്ക് വരാനുള്ള സാധ്യതയുണ്ടോ എന്നുള്ളത് നോക്കിയതിന് ശേഷം മാത്രമേ നമ്മളൊരു ഫാം ലാർജ് സ്കെയിലിൽ ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ സാർ. ഇപ്പം നമ്മുടെ കർഷകരോട് സാർക്ക് എന്താണ് പറയാനുള്ളത് പൊതുവായിട്ട്? അവർക്ക് ഒരു വരുമാന മാർഗം എന്നതിലുപരി, ഒരു വരുമാന മാർഗം തന്നെയാണ്, അതിൽ യാതൊരു സംശയമില്ല. എന്നതിലുപരി സമൂഹത്തിന് അവർ കൊടുക്കുന്നത് വലിയൊരു സേവനമാണ്. കാരണം ഇവിടുത്തെ പട്ടിണി മാറാൻ പറ്റുന്ന, അതായത് 6 രൂപയ്ക്ക് അല്ലെങ്കിൽ 8 രൂപ മുതൽ 10 രൂപയ്ക്ക് ഇത്രയും പോഷക സമ്പുഷ്ടമായ ഒരു ഭക്ഷണ പദാർത്ഥം ഉൽപ്പാദിപ്പിക്കുന്നു എന്നുള്ളത് തന്നെയാണ് സമൂഹത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയ സേവനം. ഏറ്റവും നല്ല സംരംഭകർ ആരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയേണ്ടത് നമ്മുടെ ഭക്ഷണ പദാർത്ഥങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ആളുകളാണ് ഏറ്റവും നല്ല സംരംഭകർ. അവരില്ലെങ്കിൽ നമ്മൾ ബാക്കിയുള്ള എന്തുണ്ടായിട്ടും കാര്യമില്ല. അതിൽ മുട്ടക്കോഴികളെ വളർത്തുന്ന ആൾക്കാരായാലും അതുപോലെ തന്നെ ഇറച്ചിക്കോഴികളെ വളർത്തുന്ന ആൾക്കാരായാലും അവർ സമൂഹത്തിന് നൽകുന്ന സേവനം മറ്റൊരു തരത്തിൽ വളരെ വലുതാണ്. അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും ആദരിക്കപ്പെടേണ്ട ആൾക്കാരാണ്. നിങ്ങൾ നിങ്ങളുടെ ഈ പ്രവർത്തനമായിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോവുക എന്നതാണ് എനിക്ക് കർഷകരോട് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ഒരു മേഖലയിൽ നമുക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ട് എങ്കിൽ തന്നെയും നമുക്കിതിന് സഹായം നൽകാൻ വേണ്ടിയിട്ട് അല്ലേ നമുക്ക് വിളിക്കാനും മേഖലകളുണ്ടല്ലോ. അതുകൂടെ ഒന്ന് സാർ ഒന്ന് പറയാമോ? അങ്ങനെ പ്രധാനമായിട്ടും മേഖലാ കോഴി വളർത്തൽ കേന്ദ്രമാണ് നമുക്കിപ്പം ഉള്ള ഒരു സർക്കാരിൻ്റെ ഒരു സോഴ്സ് എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ മൃഗാശുപത്രികളെല്ലാം ഇതിൽ എക്യുപ്ഡാണ്. അപ്പോൾ നമുക്ക് മൃഗാശുപത്രികളിൽ പോയി നമ്മുടെ പ്രശ്നങ്ങളൊക്കെ പറയുകയാണെങ്കിൽ നല്ലൊരു രീതിയിൽ ഒരു പരിധി വരെ അവർക്ക് നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ KSPDC, കേരള സ്റ്റേറ്റ് പോൾട്രി ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ, അതുപോലെ തന്നെ കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി, ഇവരൊക്കെ വേണ്ട രീതിയിൽ കൊടുക്കുന്നുണ്ട്. എന്ന് മാത്രമല്ല, വളരെ പ്രധാനമായിട്ടുള്ളൊരു പോയിന്റ് എന്ന് വെച്ചാൽ ലൈഫ് സ്റ്റോക്ക് മാനേജ്മെൻറ്റ് ട്രെയിനിങ് സെൻറ്റേഴ്സ്. LMTC ഇപ്പം 3 ജില്ലകൾക്കും കൂടി ഒരു LMTC ആണ് ഇപ്പം. കണ്ണൂർ ഉള്ളതാണോ? പിന്നെ ഒരു LMTC ഇവിടെ വർക്ക് ചെയ്യുന്നു, വയനാട്ടിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അതെ, വയനാട് ഒരെണ്ണം ഉണ്ട്. ബത്തേരി മൃഗാശുപത്രിയോടടുത്തും അതുപോലെ മിനി സിവിൽ സ്റ്റേഷൻ്റെ ഒക്കെ അടുത്തായിട്ട് ഒരു ട്രെയിനിങ് സെൻ്റർ ഉണ്ട്. തിരുവനന്തപുരത്തുണ്ട്. അപ്പോൾ ഈ LMTCകളുടെ പ്രവർത്തനം വലിയ ചേഞ്ച് നമ്മുടെ മേഖലയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടെ കോഴി വളർത്തലിനെ പറ്റിയിട്ടും അതുപോലെ തന്നെ മുട്ടക്കോഴി വളർത്തലിനെ പറ്റിയിട്ടും ഇറച്ചിക്കോഴി വളർത്തലിനെ പറ്റിയിട്ടും അതുപോലെ തന്നെ മറ്റെല്ലാ സ്പീഷീസ്, പശു വളർത്തൽ, ആട് വളർത്തൽ, എല്ലാത്തിനെ പറ്റിയിട്ടും മുയൽ വളർത്തൽ വളരെ നല്ല രീതിയിലുള്ള ക്ലാസ്സുകൾ അവിടെ നിന്ന് സംഘടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ആ ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്ത് അതിൻ്റെ സർട്ടിഫിക്കറ്റ് കൂടി കിട്ടും. അതുകൊണ്ട് LMTCകൾ നമുക്കൊരു വലിയൊരു സഹായമായിരിക്കും ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട്. പിന്നെ ഇതിൻ്റെ സംശയങ്ങളും കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് നമുക്കൊരു പരിധി വരെ നമുക്ക് മേഖല കോഴി വളർത്തൽ കേന്ദ്രത്തെ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റും. പിന്നെ പ്രൈവറ്റായിട്ട് ഒരുപാട് ആളുകൾ ഈ മേഖലയിലുണ്ട്. അപ്പോൾ അതും കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതായിരുന്നു. ഓക്കെ, കേവലം ഒരു മുട്ടയിൽ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ സാർ ഇന്ന് നമ്മുടെ കർഷകർക്ക് വേണ്ടിയിട്ട് പറഞ്ഞു തന്നിരിക്കുകയാണ്. സാറ് ഒത്തിരി ക്ലാസ്സുകൾ എടുത്തു കൊടുക്കുന്നതാണ് ഇതുപോലെയുള്ള കർഷകർക്ക് വേണ്ടിയിട്ട്. അപ്പോൾ മുട്ടയുടെ ഗുണങ്ങൾ, കോഴി വളർത്തൽ എന്തൊക്കെ ശ്രദ്ധിക്കണം, എന്തൊക്കെ രോഗങ്ങൾ ഉണ്ടാകാം, അപ്പോൾ ഇവിടെ വന്നതിൽ ഇത്രയും കാര്യങ്ങൾ ഞങ്ങളോട് പറഞ്ഞു തന്നതിൽ ഒരുപാട് സന്തോഷം. നന്ദി. പോഷകസമൃദ്ധമായ മുട്ടയും മുട്ടക്കോഴി വളർത്തലും മൃഗസംരക്ഷണ വകുപ്പിൽ നിന്ന് അസിസ്റ്റന്റ് ഡയറക്ടർ പൗൾട്രിയായി വിരമിച്ച ഡോക്ടർ P. ഗിരീഷ് കുമാർ പങ്കെടുത്ത അഭിമുഖ സംഭാഷണത്തിന്റെ അവസാന ഭാഗമാണ് ഇതുവരെ കേട്ടത്. വയലും വീടും സമാപിക്കുന്നു.